നമസ്തേ. നമ്മുടെ ശരീരവും ഒരു വാഹനം പോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഉള്ളതാണെന്ന് നമുക്കറിയാം. ഒരു കാറോ മറ്റോ വഴിയിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കറക്റ്റ് ചെയ്യും. അങ്ങനെയാണത് പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് സ്വയം സുഖപ്പെടാനുള്ള ശേഷിയുണ്ട്. ഈ സ്വയം സുഖപ്പെടാനുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ പ്രാണി ഹീലിംഗിൽ പ്രയോജനപ്പെടുത്തുന്നത്. അതെന്താണ്? ഈ നമ്മൾ ശരീരത്തിൽ വരുന്ന എല്ലാ പ്രത്യേകതകളും കൊണ്ട് അത് കേടുപാടാവാനും സാധ്യതയുണ്ട്. ഓവർലോഡായിട്ട് എനർജി വരുന്നത്, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്. അതുകൊണ്ട് തന്നെ ശാരീരിക രോഗങ്ങളും മാനസിക രോഗങ്ങളും വരും. ഇതിനെ ശരീരത്തിൽ തന്നെയുള്ള സംവിധാനം കൊണ്ട് സ്വയം സുഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് പ്രാണി ഹീലിംഗിന്റെ അടിസ്ഥാന തത്വമായിട്ട് നമ്മൾ കാണുന്നത്. അത് എങ്ങനെയാണത് സംഭവിക്കുന്നത്? അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഒരു മരുന്ന് ഉപയോഗിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ പ്രാണ തന്നെയാണ് മരുന്നായിട്ട് വരുന്നത്. പ്രാണി ഹീലിംഗിൽ മരുന്ന് പ്രാണ തന്നെയാണ്. അപ്പോൾ പ്രാണ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രാണ എന്നാൽ സറ്റിൽ എനർജി എന്നാണ് അതിൻ്റെ അർത്ഥം. സൂക്ഷ്മ പ്രാണ അല്ല, സൂക്ഷ്മ എനർജി. അത് നമ്മുടെ ശരീരത്തിന് ചുറ്റും അന്തരീക്ഷത്തിലും എല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു പ്രാണ സമുദ്രത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ശരീരം ചക്രകൾ വഴിയും നമ്മുടെ സ്കിന്നിൻ്റെ സുഷിരങ്ങൾ വഴിയും എപ്പോഴും അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപയോഗിക്കുന്നു, മലിനസമായത് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇത് സഞ്ചാരത്തിന് ആവശ്യമായ സ്ഥലം എന്ന നിലയിൽ മെറിഡിയൻസ് അല്ല നാഡികളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതെവിടെയെങ്കിലും തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങൾ എല്ലാം കുറേശ്ശെ സ്റ്റക്കാവാൻ തുടങ്ങും. ഇതാണ് രോഗമായിട്ട് ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് പ്രതിവിധി? ഈ കെട്ടുനിൽക്കുന്ന ഊർജത്തെ സ്വീപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയുക. സഫീഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ ഒരു തുടക്കമെന്ന നിലയിൽ കുറച്ച് എനർജി നമുക്ക് അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും. ഇതാണ് പ്രാണി ഹീലിംഗ്. എല്ലാവരുടെയും സംശയമാണ്, ഈ പ്രാണ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ മുൻപ് ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പ്രാണ ഒഴുകുന്നതിന് പ്രത്യേക വഴിയുണ്ട്. അത് മെറിഡിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ല നാഡികൾ. ഇത് ഒരു വലിയ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഒരു മനുഷ്യന് ഈ കാണാൻ പറ്റുന്ന ഒരു ഭൗതിക ശരീരത്തോടൊപ്പം തന്നെ കാണാൻ പറ്റാത്ത ഒരു ഭൗതിക ശരീരമുണ്ട്. ആ ശരീരം ഭൗതികം തന്നെയാണ്, കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അതിന് ഓറ എന്നും ബയോപ്ലാസ്റ്റിക് ബോഡി എന്നും അല്ലെങ്കിൽ വൈറ്റൽ ബോഡി എന്നും ഒക്കെ ആൾക്കാർ പറയാറുണ്ട്. ആ ശരീരവും നമ്മുടെ ഭൗതികമായ കാണാൻ പറ്റുന്ന ശരീരവും തമ്മിൽ ഇന്റർ പെനിട്രേറ്റഡ് ആണ്. അതായത് ആ ശരീരം ഈ കാണാൻ പറ്റുന്ന ശരീരവുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ റിഫ്ലക്ഷൻ ഈ കാണാൻ പറ്റാത്ത ശരീരത്തിലും ഉണ്ടാകും. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പതുക്കെ കൊണ്ട് ഭൗതിക ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാണ ശരീരത്തെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കുന്നതിന് ആനുപാതികമായി ഭൗതിക ശരീരവും പ്യൂരിഫൈ ആയിക്കോളും. ഈ പ്രാണ ശരീരത്തിന്റെ ഭാഗമാണ് ഈ മെറിഡിയൻസ് അഥവാ നാഡി, അതുപോലെ ചക്രകൾ. അപ്പോൾ ചക്രകൾ എന്താണ്? നിങ്ങൾ ധാരാളം കേട്ട് കാണും ചക്രകൾ എന്ന ആശയം. അതൊരു സങ്കല്പമല്ല. അത് നമ്മുടെ ശരീരത്തിലെ ഈ ഇൻവിസിബിൾ ബോഡിയുടെ അവയവങ്ങളാണ്. ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന ചക്ര ആജ്ഞാചക്ര എന്നാണ് പറയുന്നത്. ആ ചക്രയാണ് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നു, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്നുണ്ട്, മൂക്ക്, ചെവി, ലോവർ ബ്രെയിൻ, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു ചക്രയാണ്. അപ്പോൾ ആ ചക്ര മാൽഫങ്ഷനായി എന്ത് സംഭവിക്കും? കണ്ണിന് പ്രശ്നം വരാം, ചെവിക്ക് പ്രശ്നം വരാം, മൂക്കിന് വരാം, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കാം. ഗ്ലാനുലാർ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ആജ്ഞാചക്രയാണ്. അതിൻ്റെ മറ്റ് ഗ്ലാൻഡുകൾക്ക് പ്രശ്നങ്ങൾ വരാം. ഇതെല്ലാം ചേർത്ത് വേണം നമുക്ക് പ്രാണി ഹീലിംഗ് മനസ്സിലാക്കാൻ. ഒരു ചക്ര തെറ്റായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമോ വൈകാരികമോ മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു ചക്രയ്ക്ക് തന്നെ ഈ ശാരീരികം എന്ന് പറയുന്ന പോലെ തന്നെ വൈകാരികവും മാനസികവുമായ ധർമ്മങ്ങളുമുണ്ട്. അതുകൊണ്ട് മാനസിക പ്രശ്നങ്ങൾ വന്നാലും ട്രീറ്റ് ചെയ്യുന്ന ചക്രകളെ തന്നെയാണ്. വൈകാരികമായ പ്രതിസന്ധികൾ വരുമ്പോഴും ഈ ഫിസിക്കൽ ബോഡിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ വൈകാരിക മാനസിക പ്രശ്നങ്ങൾക്ക് നമുക്ക് ചക്രകളെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രാണി ഹീലിംഗിനകത്ത് പ്രാണിക് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട്.